നമ്മള് രണ്ടാമത് ഒരു വിസിറ്റ് ഫെബ്രുവരിയിൽ കഴിഞ്ഞതാണ്. അന്ന് കണ്ട ആളുണ്ട് ആള് തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സ്വാതി തന്നെ പറയട്ടെ. എനിക്ക് ഒരു 10 കിലോ കുറഞ്ഞു. ലാസ്റ്റ് ടൈം കണ്ടപ്പം ചേച്ചിയും പറഞ്ഞു നല്ല വണ്ണം വെച്ചു. അതിനു മുന്നേയും നല്ല വണ്ണം വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ കറക്റ്റായിട്ട് വർക്കൗട്ടും പിന്നെ നമ്മുടെ ഈ ഡയറ്റ് മിക്സും എല്ലാം കൂടെ ഫോളോ അപ്പ് ചെയ്ത് കറക്റ്റ് ഒരു 10 kg കുറച്ചു. ഇപ്പം സത്യം പറഞ്ഞാൽ വീണ്ടും 2 കിലോ കൂടി. ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. കുറച്ച് തിരക്കുകൾ കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഓണമല്ലേ, അപ്പോൾ അതും കൂടെ കൊണ്ട് ഒരു ഓണം കഴിയട്ടെ ചേഞ്ച് ഉണ്ട്. ചെറുതായി നല്ല ചേഞ്ചായി. ഇവിടെ ഉണ്ടായിരുന്നു ചിന്ന നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡയറ്റിനെ പറ്റി എന്താ ഈ ബിസി ലൈഫ് കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാനപ്പോ പറഞ്ഞു വെച്ചാൽ വന്നത്. അങ്ങനെ ഒരാളുമായിട്ടാണ് വീണ്ടും 2.5 വർഷം ആവാറായി. ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാ. അപ്പം എന്താ പറയാ, ഒരു ബിസി ലൈഫ് കൊണ്ടുപോകുന്നവർക്കൊക്കെ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഡിന്നറായിട്ട് നമ്മുടെ ഇത് എന്ത് അല്ല, ഞാൻ ശരിക്കും എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാനിപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് ചേച്ചിക്കും അറിയാം, എനിക്കും അറിയാം. ബിക്കോസ് ഇപ്പം വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രോട്ടീനും ബാക്കി കാര്യങ്ങളും എല്ലാം ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇൻ ബിറ്റ്വീൻ എനിക്ക് ഷൂട്ടിന് ഇതൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് ഫുഡ് എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിച്ചു എന്ന് വരുത്താറേ ഉള്ളൂ. അപ്പം കൂടുതലും ഞാൻ മോർണിംഗ് ആണെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. ഡിന്നർ ആണെന്നുണ്ടെങ്കിലും ഇത് മാക്സിമം വന്നിട്ടാണെങ്കിലും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ഇത് തന്നെ ആയിരിക്കും മിക്കവാറും ദിവസങ്ങളിലും ഞാൻ കഴിക്കുന്നത്. കാരണം എനിക്ക് ഭയങ്കര ഫില്ലിംഗ് ആണ്, വിശക്കത്തില്ല. അതാണ് ഓട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഓട്സ് ഒക്കെ കഴിച്ച് മടുത്ത് ഒരു റോ ടേസ്റ്റ് അല്ലേ, ഒരു ഭയങ്കര ഒരു റോ ആണ്. ഇതിനൊരു ഫ്ലേവേർഡ് ടെക്സ്ചറാണ്, ഒരു നല്ലൊരു എന്താ മറ്റേ കാടമത്തിൻ്റെ ഒരു മണവും അങ്ങനെ കുറച്ച് നല്ലൊരു മണവും കൂടി ഉള്ളതുകൊണ്ട് നമുക്കത് കഴിക്കാൻ എടുക്കുമ്പോൾ ഒരു മനം മറിക്കുന്ന ഒരു ടെൻഡൻസി വരത്തില്ല. മാത്രമല്ല ഇത്രയും നമ്മൾ ഓരോ സീഡല്ലേ നട്ട്സുകൾ ഇത്ര കഴിച്ചാൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുള്ള ഇത്രയും ഒരുമിച്ച് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നല്ലതാണ്. നട്ട്സുകളൊക്കെ കഴിച്ചാൽ വെയിറ്റ് കൂടും, പക്ഷെ അതിന് നമ്മൾ ഒരു അളവ് വെച്ചിരിക്കുന്നത് അല്ല പ്രോപ്പർ പ്രൊപ്പോർഷൻ ആണ്. കുട്ടികൾക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം എന്ന് പറയുമ്പോൾ അത് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ടാണല്ലോ. ലേറ്റസ്റ്റ് ഉണ്ടായിരുന്നു 24 വർഷമായിട്ട് PCOD ആയിട്ട് കുട്ടികളില്ലാതിരുന്ന ഒരു ചേച്ചി ബേബി. ഓക്കെ, അതിനെ കാണാൻ പോകാൻ വേണ്ടിട്ട് അങ്ങനെ PCOD ഒത്തിരി ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ പിന്നെ എല്ലാവർക്കും ഉണ്ടല്ലോ ഈ PCOD PCOS എല്ലാം മിക്ക. അതെ എല്ലാവർക്കും. അപ്പം നമ്മുടെ ഡയറ്റ് 2 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി എന്നോണം നമ്മുടെ ഡയറ്റിന്റെ ആ ഒരു ഹെൽത്ത് കാര്യങ്ങളല്ലേ എങ്ങനെയാണ് അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതെന്നാണ് ഈ കേട്ടത്. അപ്പൊ അല്ലേ എല്ലാവർക്കും ഈ കൊച്ചു കുട്ടികൾ മുതൽ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഈ വാക്കുകൾ എന്തായാലും ജെനുവിനാണ്. ഒരു ഡയറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് അത് ഇപ്പൊ എല്ലാവർക്കും പേടിയാണ് അല്ലെ. 2 വർഷമായി നമ്മുടെ കൂടെ. എനിക്ക് അത് യൂസ് ചെയ്തോണ്ട് ഇതുവരെ ഒരു അതെ എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു 4ാമത്തെ റിവ്യൂ. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നിട്ടില്ല. ഇത് കഴിക്കുന്നതുകൊണ്ട് ഒരു ഇറിറ്റേഷനോ അല്ലെങ്കിൽ സ്റ്റൊമക്കിൽ എന്തെങ്കിലും ഡിസ്കംഫർട്ടോ അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള എപ്പോഴും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടോ ഒന്നുമില്ല. നമ്മൾ മിക്സ് ചെയ്യുന്ന രീതിയിലും നമ്മളത് കൺസ്യൂം ചെയ്യുന്ന രീതിയിലുമാണ് ഇതിരിക്കുന്നത് മെയിൻലി. അല്ല ഓർക്കണം, ഒരു ബിസി ലൈഫ് കൊണ്ടുപോകുന്ന ഒരു ദിവസമില്ല ഫ്രീ ആയിട്ട്. ഞാൻ തന്നെ ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് കണ്ടത്. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇന്നും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു. അല്ല ഞാനത് എപ്പോഴും എനിക്കറിയുന്നവരടുത്ത് എനിക്ക് തോന്നുന്നു ഞാൻ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്തൊരു വ്യക്തിയാണ് ചേച്ചി. കാരണം ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരായിക്കോട്ടെ എനിക്ക് കുറച്ച് മടിയുള്ളൊരു ടൈപ്പാണ് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ. ചേച്ചിയുടെ അടുത്ത് ഞാൻ അങ്ങോട്ടാണ് ടെക്സ്റ്റ് ചെയ്തത്. ചേച്ചിയുടെ ഹാർഡ് വർക്കും അല്ലെങ്കിൽ ചേച്ചി ചെയ്ത ഈ ഒരു റിസൾട്ട് അന്ന് എനിക്കൊന്നും ഇത്ര റിസൾട്ട് ആയിട്ടില്ല, ബട്ട് സ്റ്റിൽ റിസൾട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റിൽ നിന്ന് റിസൾട്ട് തനിയെ അല്ലെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ടും തനിയെ ഉള്ളൊരു കഷ്ടപ്പാടും കൊണ്ട് ഇങ്ങനെ വരുമ്പം ഡെഫിനറ്റ്ലി അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങളുടെ ഈ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റിൽ ഉണ്ട്. അപ്പൊ എന്തായാലും ഭയങ്കര കാര്യം നമ്മുടെ ആ കണ്ടോണ്ടിരുന്നവർക്കും അറിയാൻ പറ്റും. ഫെബ്രുവരിയിൽ ആ കണ്ട ആളല്ലേ എനിക്ക് അന്ന് ഭയങ്കര ഞാനത് വീഡിയോയിലൂടെ കണ്ടതിന് ശേഷമാണ് നമ്മുടെ ആലപ്പുഴയെ വെച്ചാണ് നമ്മൾ അന്ന് ലാസ്റ്റ് മീറ്റ് ചെയ്തത്. എന്തായാലും നല്ലൊരു ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ കൂടെ കൂടാം. അത് ഹെൽത്തി ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. യെസ്.